ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണത്തിന് പുതിയ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് പന്തളം കൊട്ടാരം. യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാനും സർക്കാർ തയ്യാറാകണമെന്നും കൊട്ടാരം ആവശ്യപ്പെട്ടിരുന്നു. വേണ്ടിവന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF അധികാരത്തിലേക്ക് എത്തിയത്. ശബരിമലയിൽ ഒരു തരി സ്വർണം പോലും ഇനി നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ള നടപടി ഉണ്ടാകണമെന്നും കൊട്ടാരം ആവശ്യപ്പെട്ടു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിലെ നടപടികൾ വിശ്വാസികൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് കോടതി നടപടികൾ നിരീക്ഷിക്കുന്നവർക്കറിയാമെന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസ് 18-ന് വീണ്ടും ഹൈക്കോടതിയിൽ. UDF സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം. 50 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിശദീകരണം നൽകും. LDF നേതാക്കളടക്കം പ്രതികളായ കേസ് വീണ്ടും പരിഗണിക്കുന്നത് UDF സർക്കാർ അധികാരമേൽക്കുന്ന ദിവസമാണെന്ന സവിശേഷതയുമുണ്ട്. അതേസമയം അന്വേഷണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലായതിനാൽ പുതിയ സർക്കാരിന് ഇടപെടാനാകില്ല. കോടതിയുടെ അനുമതി കൂടാതെ SIT അംഗങ്ങളെ മാറ്റാനുമാകില്ല. എന്നാൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് പശ്ചാത്തലം ഒരുക്കാനാകും. കേസ് ഹൈക്കോടതി അവസാനം പരിഗണിച്ച മാർച്ച് 26-ന് കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാവകാശം അനുവദിച്ചിരുന്നു. സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും രണ്ടാമത് ശേഖരിച്ച ലോഹ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നും ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ പ്രധാന കാരണം. അതോടെ പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യത്തിലിറങ്ങി. എന്നാലും SITക്ക് സമ്പൂർണ്ണ പിന്തുണയാണ് ദേവസ്വം ബെഞ്ച് നൽകുന്നത്. പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിന്റെ പേരിൽ കേസ് ഇല്ലാതാകുന്നില്ലെന്നും വിചാരണ കുറ്റമറ്റതാകാൻ അതിസൂക്ഷ്മ ശാസ്ത്രീയ തെളിവുകൾ വരെ ശേഖരിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം കവർന്നതിന് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1700 ഗ്രാം സ്വർണം കവർന്നതായി SIT കണ്ടെത്തി. കരട് കുറ്റപത്രങ്ങളും തയ്യാറാക്കി. സ്വർണ്ണപ്പാളികൾ അപ്പാടെ മാറ്റിയെന്ന സംശയം സ്ഥിരീകരിക്കണമെങ്കിൽ കേന്ദ്ര ലാബിലെ പരിശോധനാ ഫലം അനിവാര്യമാണ്. അങ്ങനെ തെളിഞ്ഞാൽ ഉത്തരവാദികളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. തുടർന്ന് സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി തേടി ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ വേണം വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ. അതിനാൽ ഹൈക്കോടതി ഇനിയും സാവകാശം അനുവദിക്കാനാണ് സാധ്യത.